പൊന്നാനിയിൽ ഭീതി വിതച്ച നായയെ പിടികൂടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തെരുവു നായയെ പിടികൂടിയത്. രാവിലെ മുതൽ തെരുവു നായയുടെ പരാക്രമം ആരംഭിച്ചതോടെ നഗര ഭരണസമിതി അംഗങ്ങളും ഹെൽത്ത് വിഭാഗവും കണ്ടിച്ചിട്ട് ജീവനക്കാരും തെരുവു നായയെ പിടികൂടാനായി രംഗത്തിറങ്ങി. ഉച്ചയോടെ മലപ്പുറത്ത് നിന്നും ഡോഗ് ക്യാച്ചർമാരും രംഗത്തെത്തി. തുടർന്ന് വൈകുന്നേരത്തോടെ നൈതല്ലൂർ റോയൽ സ്കൂളിന് സമീപത്ത് വെച്ച് തെരുവു നായയെ പിടികൂടി വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു. ഇന്ന് രാവിലെ നമുക്കെല്ലാം വിഷമകരമാവുന്ന രീതിയിലുള്ള അപകടകരമായ വാർത്തയാണ് പൊന്നാനിയിലുണ്ടായത്. ഒരു നായ അക്രമകാരിയാവുകയും രാവിലെ 6 പേരെയും ഉച്ചയ്ക്ക് ശേഷം 2 പേരെയും കടിക്കുന്നൊരവസ്ഥയുണ്ടായി. ഈ വിവരമറിഞ്ഞപ്പോൾ കടി കൊണ്ടവരെ ആശുപത്രിയിലെത്തിക്കുകയും അവർക്കാവശ്യമായ എല്ലാ ചികിത്സയും ലഭ്യമാക്കി ഉടനെ തന്നെ ഈ നായയെ പിടികൂടാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും വേണ്ടി പൊന്നാനി നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും കണ്ടിജൻസി ജീവനക്കാരുമെല്ലാം സംയുക്തമായി നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഇതിനെ പിടികൂടാനുള്ളൊരു പ്രവർത്തനമാണ് ഈ സമയം വരെ നടത്തിയത്. എന്നാൽ നെയ്തല്ലൂർ പ്രദേശത്ത് വെച്ച് ഇതിപ്പോൾ ഈ നായയെ പിടികൂടി. ഇത് കേരളത്തിൽ ഒട്ടുക്കുമുള്ളൊരു സംഭവമാണ്. അത് പൊന്നാനിയിൽ മാത്രമുള്ളൊരു സംഭവമാക്കി മാറ്റി ഒരു രാഷ്ട്രീയ പ്രേരിതമാക്കി മാറ്റുന്ന രീതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രതിപക്ഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയം കാണാതെ സഹകരിക്കണമെന്നാണ് ഒരിക്കൽ കൂടി അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.